ഫൈൻഡിങ് പീസ് ഇൻ കെയോസ്. ഒരു വേദഭാഗം വായിച്ച് നമുക്ക് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ. സെന്റ് മാർക്ക് ചാപ്റ്റർ 4 വേഴ്സസ് 35-41. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോക എന്ന് യേശു അവരോട് പറഞ്ഞു. അവൻ പുരുഷാരത്തെ വിട്ട് താൻ പടകിൽ ഇരുന്നപാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറുപടകുകളും കൂടെയുണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുക കൊണ്ട് അത് മുങ്ങാറായി. അവൻ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, "ഗുരോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ?" എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് "അനങ്ങാതിരിക്കുക, അടങ്ങുക" എന്ന് പറഞ്ഞു. കാറ്റ് അമർന്നു, വലിയ ശാന്തതയുണ്ടായി. പിന്നെ അവൻ അവരോട്, "നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ?" എന്ന് പറഞ്ഞു. അവർ വളരെ ഭയപ്പെട്ടു. കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആരെന്ന് തമ്മിൽ പറഞ്ഞു. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസയാത്രയിൽ ഞങ്ങളെ ബലപ്പെടുത്തി മുൻപോട്ട് നയിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ദൈവമേ, ഇന്ന് ഞങ്ങൾക്ക് ദാനമായിട്ട് നൽകിയിരിക്കുന്ന കുടുംബ ജീവിതത്തിനായിട്ട് വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. യേശു കർത്താവെ, അവിടുത്തെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കുന്നതോർത്ത് സ്തോത്രം. പ്രതിസന്ധികളുടെ നടുവിൽ തളർന്നു പോകാതെ കർത്താവെ, നിന്റെ ബലമുള്ള കരത്താൽ നീ ഞങ്ങളെ അവിടുന്ന് താങ്ങി നടത്തണമേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുപ്പിച്ച ഞങ്ങളുടെ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യോടൊന്നും അവിടുത്തെ കൃപ കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ വിശ്വാസത്തെ പുതുക്കുന്നതിനും അവിടത്തേക്കുള്ള ആശ്രയത്തിൽ മുൻപോട്ട് ജീവിപ്പാനും ഈ ക്ലാസ്സിലൂടെ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കരുണയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. വിശ്വാസയാത്രയിൽ ക്രിസ്തീയ വിശ്വാസം നയിച്ച മാതാപിതാക്കളുടെ മക്കളാണ് നമ്മളെല്ലാവരും. ക്രിസ്തീയ വിശ്വാസവും ധാർമ്മിക മൂല്യങ്ങളും പരസ്പര വിശ്വസ്തതയും പ്രാർത്ഥനാ ജീവിതവും ഒക്കെ മുതൽക്കൂട്ടായി കൊണ്ടു നടന്ന മാതാപിതാക്കളുടെ മക്കളായാണ് നമ്മളെല്ലാവരും വളർത്തപ്പെട്ടത്. എന്നാൽ നമ്മൾ ഇന്നായിരിക്കുന്ന ഈ പ്രത്യേക ഒരു ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ പല ചലഞ്ചസ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നുണ്ട്. ഈ പല ചലഞ്ചസിന്റെ നടുവിൽ പലപ്പോഴും നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന ഒരു സാഹചര്യം എല്ലായ്പ്പോഴും നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ എങ്ങനെ നമുക്ക് വളരെ മീനിങ് ഫുള്ളായ ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കുവാനായിട്ട് സാധിക്കും? നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് ഫൈൻഡിങ് പീസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് കെയോസ് എന്നതാണ്. ഇതിന്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ഒരു ജീവിത പശ്ചാത്തലത്തെ നമുക്കൊന്ന് ആകമാനം ഒന്ന് വീക്ഷിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുടുംബത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ സമാധാനം നഷ്ടപ്പെടുത്താൻ കാരണമാകുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ഡിസ്റ്റർബ് പീസ് മോസ്റ്റ് ഇൻ അവർ ഫാമിലി ടുഡേ? ഒത്തിരി കാരണങ്ങളുണ്ട് നമ്മൾ കണ്ടെത്താനും, എന്നാൽ പലതും നമ്മൾ കണ്ടെത്താൻ പറ്റാതെ ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് പോകുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. എന്നാൽ ചില കാര്യങ്ങൾ മാത്രം ഒന്ന് സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ നമ്മളെ വളരെയധികം ഡിസ്റ്റർബ് ആക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിന്റെ സമാധാനത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ഫാക്റ്റാണ് നമ്മുടെ ജോലി സ്ഥലത്തുണ്ടാകുന്ന ഒരു പ്രഷർ, ജോബ് പ്രഷർ. ഇത് പലതരത്തിൽ പല രീതിയിലാണ്. ഡിപ്പെൻസ് ഓൺ നമ്മുടെ വർക്കാണ്, ഡിപ്പെൻസ് ഓൺ നമ്മുടെ ജോബാണ് അതിന്റെ ഒരു മാനദണ്ഡം. വർക്ക് പ്രഷർ പലതരത്തിൽ കുടുംബജീവിതത്തെ ബാധിക്കുന്നവരുണ്ട്, സോഷ്യൽ ഇൻട്രാക്ഷൻസിനെ ബാധിക്കുന്നവരുണ്ട്. നമുക്കൊരു ടൈം കിട്ടാതെ പോകുന്നത് കൊണ്ട് വല്ലാതെ സ്റ്റക്കായി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിൽ നമ്മളെല്ലാവരും വ്യത്യസ്തമായുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഏത് സമയത്ത് വേണമെങ്കിലും പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി ഏത് സമയത്ത് വേണമെങ്കിലും നഷ്ടപ്പെടാം. അപ്പൊ അങ്ങനെയുള്ള പല വെല്ലുവിളികളുണ്ട്. ഇപ്പൊ ജോലിയിലായിരിക്കുന്നവർക്ക് അതിൻ്റെതാകുന്ന പല വ്യത്യസ്തമായുള്ള ജോലിയുടെ പ്രഷറുകളുണ്ട്. ഇത് നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിനകത്ത്
നമ്മുടെ കുടുംബത്തിന്റെ സമാധാനത്തെ ചലഞ്ച് ചെയ്യുന്ന ഒരു വലിയൊരു സംഗതിയാണ്. ഈ ജോബ് പ്രഷർ നമുക്ക് നൽകുന്ന ഒരു വലിയ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത്, വീട്ടിനകത്ത് ഈ ജോലി ഫാക്ട് നമ്മൾ കൊണ്ടുവരുന്നത് പലപ്പോഴും നമ്മുടെ വീടിനകത്തുള്ള സ്പൗസ് റിലേഷൻഷിപ്പ്, പേരന്റൽ റിലേഷൻഷിപ്പ്, നമ്മുടെ ഒരു ഫാമിലിയുടെ ഒരു ക്വാളിറ്റി ടൈമിനെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതുപോലെ ഈ ജോലിയുടെ പ്രഷർ നമ്മൾ റിസോൾവ് ചെയ്യാൻ വേണ്ടി കണ്ടെത്തുന്ന സൊല്യൂഷൻസ്, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലപ്പോഴും നമ്മളെല്ലാവരും സ്ക്രീൻ ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ സ്ക്രീൻ ടൈം കൂടുന്നതനുസരിച്ച് നമ്മുടെ ഒരു ഇമോഷണൽ വെൽബീയിങ്ങിനെ നല്ല രീതിയിൽ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ ജീവിച്ച് വളർന്നു വന്നൊരു കാലഘട്ടത്തിൽ ഒരു ഫേസ് ടു ഫേസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച സമയത്ത് പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാലും കൂടിയാലും വീട്ടിൽ വന്ന് പറയുന്ന ഒരു അവസ്ഥ, കുറഞ്ഞാൽ കിട്ടുന്ന ഒരു വഴക്ക്, കൂടിയാൽ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒരു അവസ്ഥ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഫേസ് ടു ഫേസ് ഡീൽ ചെയ്യുന്നവരാണ്. അപ്പം വീട്ടിൽ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മളിങ്ങനെ ഫേസ് ടു ഫേസ് പറയുന്നു, അത് ടച്ച് ചെയ്യുന്നു, അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു, അങ്ങനെയുള്ള തലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പൊ ഇന്നത്തെ നമ്മളായിരിക്കുന്ന ഒരു ജോബ് പ്രഷറിനകത്ത് ഇങ്ങനെയുള്ള ഇമോഷണൽ അറ്റാച്ച്മെന്റ്, ഇമോഷണൽ ഓപ്പൺനെസ് വളരെയധികം കുറഞ്ഞു പോകുന്ന ഒരു സിറ്റുവേഷൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ കാനഡയുടെ മാത്രം പ്രത്യേകതയല്ല. ഇന്ന് എല്ലാ മനുഷ്യരുടെ ഇടയിലും ഈ ഒരു വലിയൊരു സംഗതി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു വലിയ റിസൾട്ട് എന്ന് പറയുന്നത് ഇമോഷണൽ ബോണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇമോഷണൽ ട്രസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇമോഷണൽ ട്രസ്റ്റ് കുറയുന്നത് കൊണ്ട് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോൾ സെൽഫ് ഹാം അതിലേക്ക് മനുഷ്യൻ മാറുക. ഇനി എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എന്നെ വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇനി അതിലേക്കില്ല എന്നൊരവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരു ഇമോഷണൽ ഫെയിലുവേഴ്സിലേക്ക് ഇന്ന് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിൽ ഈ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു സംഗതിയാണ് ഫൈനാൻഷ്യൽ സ്ട്രെസ്. ഇതും ജോലിയുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഫൈനാൻഷ്യൽ സ്ട്രെസ്, ജോലി ഇല്ലാതെ വരുന്ന അവസ്ഥയിൽ ഈ സ്ട്രെസ് വർദ്ധിക്കുന്നു. എന്നാൽ ജോലി ഉള്ള സമയത്ത് ഇത് മാനേജബിൾ ആയിട്ട് മുൻപോട്ട് പോകുന്നു. എന്നാൽ ജോലി ഉള്ളപ്പോൾ തന്നെ ഏറെ ബാധ്യതകൾ നമുക്കുള്ളത് കൊണ്ട് ഈ സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനുകളിലൊക്കെ വല്ലാണ്ട് സ്റ്റക്കായി പോകുന്നുണ്ട്. അപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്ട്രെസ് എങ്ങനെയാണ് കുടുംബത്തെ അഫക്റ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു കാൽക്കുലേഷൻസ് ഉണ്ടല്ലോ. ഒരു മാസം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഫൈനാൻഷ്യൽ എക്സ്പെൻസ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഇതിനെ ഒന്ന് കാറ്റഗറൈസ് ചെയ്യേണ്ടതെന്നൊക്കെ. പക്ഷെ ഈ ഒരു കാൽക്കുലേഷനിൽ നമ്മൾ നിൽക്കുമ്പോഴും ഇതിനകത്ത് നമ്മൾ പലപ്പോഴും അറിഞ്ഞു അറിയാതെ സംഭവിക്കുന്ന ഒരു സാധ്യത എന്ന് പറയുന്നത്, ഫൈനാൻഷ്യലി നമ്മൾ സ്ട്രെസ്ഫുൾ ആകുന്നത് ടു മച്ച് വി ആർ ഡിപ്പെൻഡിങ് ദ ഫൈനാൻസ്. എന്നാൽ ഡിപ്പെൻഡൻസി വേണം എന്ന് ചോദിച്ചാൽ വേണം. അത് ടു മച്ച് ആകുമ്പോൾ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഫുൾ ആകുന്നു. നമ്മുടെ കാൽക്കുലേഷൻസിന് അപ്പുറത്തേക്ക് നമ്മുടെ എക്സ്പെൻസ് കൂടുന്നു എന്ന് കാണുമ്പോൾ നമ്മൾ വല്ലാതെ സ്ട്രെസ്ഫുൾ ആകുന്നു. രണ്ട് റീസൺ ആണ്. ഒന്ന്, നമുക്ക് സ്മൂത്ത് ആയിട്ട് നമ്മുടെ ജോലി മുൻപോട്ട് പോകുന്നു, നമുക്ക് ഫൈനാൻഷ്യൽ ഓക്കെ ആണെങ്കിൽ വി ആർ ഓക്കെ, വി ക്യാൻ മാനേജ് ഇറ്റ്. എന്നാൽ ഇൻ ബിറ്റ്വീൻ നമ്മളൊരു ലേ ഓഫ് ഫേസ് ചെയ്യേണ്ടി വരുന്നു. പെട്ടെന്ന് നമ്മളൊരു സ്ട്രഗിളിലേക്ക് പോകുമ്പോൾ അത് നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തെ വല്ലാണ്ട് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഗതിയാണ്. പക്ഷെ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് നമ്മുടെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിന്റെ ഒരു ലെവലാണ്. ലേ ഓഫ് വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ നമുക്ക് സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്നു. ഈ സാമ്പത്തിക ഞെരുക്കം ഉണ്ടാകുന്ന സാഹചര്യം ഈസ് എ റിയൽ ഫാക്ട്. പക്ഷെ ഇത് നമ്മുടെ കുടുംബ ബന്ധങ്ങളിലേക്ക്, പരസ്പര ബന്ധങ്ങളെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കുന്നതാണ് ബന്ധങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതിന് ഏറ്റവും നല്ലത്. അപ്പം സാമ്പത്തികത്തെ നമ്മൾ ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? നമ്മുടെ ഒരു കുടുംബത്തിന്റെ ഒരു സമാധാനത്തെ എങ്ങനെ ബാലൻസ് ചെയ്യാൻ പറ്റും? ഇവിടെ പരസ്പരം മുറിവേൽപ്പിക്കുന്ന വാക്കുകളല്ല സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. ഈ സ്ട്രഗിൾസിന്റെ നടുവിൽ നമുക്ക് എങ്ങനെ പരസ്പരം ഹാർമണി ആയിട്ട് നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കാൻ സാധിക്കും? നമുക്കെങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മുടെ പ്രയാസങ്ങളെ, അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ
നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകം. അപ്പോൾ ഇതിനകത്ത് ഈ റിലേഷൻഷിപ്പിനകത്ത് പ്രതിസന്ധി ഉണ്ടാകുന്നത്, അസ്വസ്ഥത ഉണ്ടാകുന്ന സിറ്റുവേഷൻസ് നമ്മുടെ മുൻപിലുണ്ട്. പക്ഷെ ആ സമയത്ത് ഇമോഷണൽ ടോക്ക് ചെയ്യാതിരിക്കുക, ഹർട്ട് ചെയ്യുന്ന വാക്കുകൾ പറയാതിരിക്കുക. അപ്പം നമ്മളൊരു പാരന്റ്ഹുഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി റെസ്പോൺസിബിൾ ആണ്. പ്രത്യേകിച്ച് ഇപ്പം ഒരു മിഡിൽ ഏജിലേക്ക് വരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പൊ നമ്മളെല്ലാവരും ആയിരിക്കുന്ന ഈ ഒരു ഏജിന്റെ കാലഘട്ടം റെസ്പോൺസിബിലിറ്റി ഒത്തിരി ബെയർ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ റെസ്പോൺസിബിലിറ്റി കൂടുതലുള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി ഡിസ്റ്റർബ്ഡ് ആണ്, നമ്മൾ ഒത്തിരി സ്ട്രെസ് ആണ്. അപ്പൊ ഈ ഒത്തിരി സ്ട്രെസ്ഫുൾ ആകുന്ന സാഹചര്യത്തിലാണ് ബന്ധങ്ങൾ മനസ്സിലാക്കാതെ നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, ഇമോഷണൽ ടോക്ക് ഉണ്ടാകുന്നത്, ഇൻസൾട്ടിങ് വേർഡ് ഉണ്ടാകുന്നത്. സോ ഇതാണ് കുടുംബ ബന്ധത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സംഗതി. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും, ഇൻസൾട്ടിങ് വേർഡോ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ബിഹേവിയറോ നമ്മുടെ സ്ട്രഗിളിനെ ഒരിക്കലും സോൾവ് ചെയ്യത്തില്ല. അവിടെ മറ്റൊരു സ്ട്രഗിള് ഫോം ചെയ്യുക വരുന്നത്. അപ്പം നമ്മുടെ സാഹചര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കുക, അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് വില്ലിങ് ആകുക, പുതിയൊരു ഒരു ഡിസ്റ്റർബൻസ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. സോ അതിന് നമ്മൾ ചെയ്യേണ്ട ഒരു സംഗതി, ഇമോഷണൽ ആയിരിക്കുന്ന സാഹചര്യത്തിൽ പരസ്പരം ഹെർട്ട് ചെയ്യുന്ന വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. ഇത് നമ്മുടെ അർത്ഥവത്തായ ഒരു കുടുംബ ജീവിതത്തിന് വളരെ നല്ല ഒരു സംഗതിയാണ്. ആസ് എ ക്രിസ്ത്യൻ ലൈഫ്, നമ്മുടെ ഒരു ക്രിസ്തീയ സാക്ഷ്യം നിലനിർത്തുന്ന ഒരു ജീവിതത്തിന്റെ തലം ഇതാണ്. മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുന്ന സിറ്റുവേഷൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. മറ്റൊരു പോയിന്റ് ഇതാണ്, പേരന്റിങ് ചലഞ്ചസ്. ഇത് വളരെയധികം നിങ്ങൾ നന്നായിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്നൊരു സംഗതിയാണ്, അല്ലേ? ബേസിക്കലി വി ആർ ഇന്ത്യൻസ്, ബട്ട് നൗ വി ആർ ലിവിങ് ഇൻ കാനഡ. സോ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയ ഒരു സ്പിരിച്വൽ ഓറിയന്റേഷൻ ഉണ്ട്, നമുക്ക് കിട്ടിയ ഒരു മോറൽ എത്തിക്സ് ഉണ്ട്, നമുക്ക് കിട്ടിയ ചില വാല്യൂസ് ഉണ്ട്. ഇതിന്റെ നടുവിൽ നമ്മളിപ്പോൾ ആയിരിക്കുമ്പോൾ, നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പേരന്റ് ആയിട്ടിരിക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കര ഒരു സ്ട്രഗിളിന്റെ നടുവിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുവോ, അതോ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഈ സ്ഥലത്ത് ജീവിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് എത്ര കണ്ട് അക്സെപ്റ്റബിൾ ആണ്, അവരെങ്ങനെയാണ് അതിനെ ഒന്ന് മാനേജ് ചെയ്ത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്? അപ്പൊ ഒത്തിരി ഒരു സ്ട്രഗിളിന്റെ നടുവിലാണ് നമ്മുടെ ഒരു പേരന്റിങ് എന്ന് പറയുന്നത്. ഭയങ്കര ഒരു ചലഞ്ചസ് ആണ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പേരന്റിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും, ഒരു കൾച്ചറൽ ഡിഫറൻസ് ഭയങ്കര ഒരു സ്ട്രഗിൾ ആണത്. സോ ഈ കൾച്ചറൽ ഡിഫറൻസ് നിലനിൽക്കുമ്പോൾ തന്നെ വി എ ക്രിസ്ത്യൻസ് വി ക്യാൻ കീപ് അവർ വാല്യൂസ്. നമ്മുടെ വാല്യൂസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇമോഷണൽ ബോണ്ട് ഉണ്ട്. ഇമോഷണൽ ബോണ്ട് വിത്ത് ഗോഡ്, ഇമോഷണൽ ബോണ്ട് വിത്ത് പേരൻസ്, വിത്ത് സിബ്ലിങ്സ്, അപ്പൊ ഈ സൊസൈറ്റി. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഇമോഷണൽ ബോണ്ട് നമുക്കുണ്ട്. ആക്ച്വലി ഈ ഒരു ഇമോഷണൽ ബോണ്ട് കൺവേ ചെയ്യാനായിട്ട് ഈസിയാണ്. അത് നമ്മൾക്കൊരു പരിധി വരെ സാധിക്കുന്ന ഒരു ഘടകമാണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്ട്രഗിൾ ചെയ്യപ്പെടുന്ന ഒരു സംഗതി, നമ്മൾക്ക് ശീലമില്ലാതെ വന്ന പല കാര്യങ്ങളും, നമ്മൾക്കറിവില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോഴാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ ഹയർ സ്റ്റഡീസിന് പോകുന്നു, അവർ സോഷ്യലി എല്ലാവരുമായിട്ട് റിലേഷൻ ആകുന്നു. അപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളും പുതുതായിട്ട് പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. സോ അവിടെ നമ്മുടെ മനസ്സിൽ വലിയൊരു സ്ട്രഗിളാണ്. ഇത് ശരിയാണോ, ഇത് തെറ്റാണോ, ഇങ്ങനെ പോയാൽ മറ്റുള്ളവർ എന്ത് പറയും, അല്ലെങ്കിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് നാട്ടിലോട്ട് പോകുമ്പോൾ മറ്റുള്ളവർ എന്ത് പറയും. ഇത് വല്ലാത്തൊരു സ്ട്രഗിളാണ് നമ്മുടെ നാടുകൾ. സോ പേരന്റിങ്ങിനകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, നമ്മളൊരു ക്രിസ്തീയ വിശ്വാസികൾ എന്നൊരു നിലയിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു സംഗതിയുള്ള, നമ്മൾ മക്കളുടെ മുൻപിൽ ഒരു മോഡലായിരിക്കുക. നമ്മൾ മക്കളുടെ മുൻപിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു ബിഗ് മോഡൽ ആയിരിക്കുക. ഇത് പറയാൻ എളുപ്പമാണ്. സോ സിറ്റുവേഷനിൽ നമ്മൾ അത് ഫേസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനകത്ത് വല്ലാണ്ട് ഇങ്ങനെ ഡിസ്റ്റർബ് ആയി പോകുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം
ഇപ്പൊ നമ്മൾ ഏത് സ്ഥലത്തായിരുന്നാലും നമ്മുടെ സംസാരവും നമ്മുടെ പെരുമാറ്റവും നമ്മുടെ ജീവിത ശൈലിയും നമ്മുടെ കുടുംബ ബന്ധങ്ങളും നമ്മൾ എങ്ങനെയാണോ നമ്മുടെ വീടിനകത്ത് ചെയ്യുന്നത്, സോ അവർ ചിൽഡ്രൻ എവറി ടൈം ദേ ആർ വാച്ചിങ് അസ്, എവറി ടൈം ദേ ആർ എന്താ പറയുന്നത്, ഫോളോയിങ് അസ്. നമ്മുടെ സംസാര രീതി, നമ്മൾ മറ്റുള്ളവരോട് റിയാക്ട് ചെയ്യുന്നത്, നമ്മുടെ വീട്ടിലിരുന്ന് നമ്മൾ മറ്റൊരാളെ കുറിച്ച് സംസാരിക്കുന്നത്, നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ ഒരു പ്രാർത്ഥനാ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ ഒരുമിച്ചുള്ള ഒരു ടേബിൾ ഫെലോഷിപ്പ്, ഇതിനകത്തൊക്കെ ഭയങ്കര വാല്യൂസ് ആണ് കൺവേ ചെയ്യുന്നത്. ഇപ്പം ഒരുപക്ഷെ ഇവിടുത്തെ ഒരു ജീവിത സാഹചര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിലെ പോലെ എല്ലാ ദിവസവും അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരു സാവകാശം കിട്ടുന്ന ഒരു രീതി അല്ല ഇവിടെ. എന്നാൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും നമുക്കതിനൊരു ടൈം കണ്ടെത്തിയാൽ, സോ ടേബിൾ ഫെലോഷിപ്പ് അതൊരു ഭയങ്കര വലിയ സംഗതിയാണ്. അതൊരു വലിയൊരു സ്കൂളാണ്. ടേബിൾ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ സെയിം ലൈക്ക് ആസ് എ സ്കൂൾ. ആ ഒരു ഒരുമിച്ചുള്ള ഭക്ഷണ മേശയിൽ ഒത്തിരി കാര്യങ്ങൾ കൺവേ ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ എല്ലാവരും പരസ്പരം സംസാരിക്കുന്നുണ്ട്, ഫേസ് ടു ഫേസ് സംസാരിക്കുന്നുണ്ട്. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാനും കുഞ്ഞുങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവരെ തിരുത്തേണ്ട കാര്യങ്ങൾ തിരുത്താനും ഒക്കെ ഒരുമിച്ച് കിട്ടുന്ന ഒരു ഓപ്പൺ സർക്കിളാണ് ഈ ടേബിൾ ഫെലോഷിപ്പ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് എല്ലാ ദിവസവും പറ്റുന്നില്ല, എന്നാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിന് നാം ഒരു എഫേർട്ട് എടുക്കുന്നെങ്കിൽ ഈ ഒരു പേരന്റൽ ചലഞ്ചസിന്റെ ഒരു വലിയ ഭാഗം നമുക്ക് അവിടെ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കല്. സോ ഈ പേരന്റൽ ചലഞ്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്പിരിച്വൽ വാല്യൂസ് നമുക്ക് നമ്മുടെ തലമുറകളിലേക്ക് കൃത്യമായിട്ട് കൺവേ ചെയ്യപ്പെടാൻ സാധിക്കുന്നെങ്കിൽ ഈസ് ഗുഡ്. നമ്മുടെ ഒരു ക്രൈസിസിന്റെ നടുവിൽ നമ്മൾ ഇന്നും പ്രാർത്ഥിക്കാൻ ഒരിടത്ത് മാറിയിരിക്കുന്നത് നമ്മുടെ പേരൻസിൽ നിന്ന് കണ്ടതുകൊണ്ടാണല്ലോ. അപ്പം നമ്മൾ ഒരിടത്തിരുന്ന് പ്രാർത്ഥിക്കുന്നത്, ഒരു ക്രൈസിസ് വരുമ്പോൾ അപ്പനും അമ്മയും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നത് കാണുന്ന ഒരു കുഞ്ഞ് നാളെ അതിന്റെ ലൈഫിൽ ഈ കുഞ്ഞു മനസ്സിലാക്കും, എന്റെ ക്രൈസിസിന്റെ നടുവിൽ എനിക്ക് ആശ്രയിക്കാൻ ഒരിടമുണ്ട്. നമ്മളൊന്ന് വായിച്ച വേദഭാഗത്ത് അതാണ് കാണുന്നത്. അപ്പൊ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇപ്പോഴും ഭയപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? ഞാൻ നിങ്ങളുടെ കൂടെ ഈ ബോട്ടിനകത്തുണ്ട്. അപ്പം നമ്മുടെ ഈ ജീവിതയാത്രയിൽ നമുക്ക് കൺവേ ചെയ്യപ്പെടാൻ എഴുതി വെച്ചിട്ടുള്ള തിയറികൾക്കപ്പുറമായിട്ട് നമ്മളാണ് മോഡൽ, നമ്മളാണ് നമ്മുടെ മക്കൾക്ക് മാതൃക. സോ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്പിരിച്വൽ ഒരു മോഡലുണ്ട്. നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ പരസ്പര ബന്ധങ്ങളിലെ സംഭാഷണങ്ങൾ, അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് സിറ്റുവേഷൻ ഉണ്ടാകുന്നു, അതിനെ നമ്മൾ സോൾവ് ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും നമ്മൾ ഒരുമിച്ച് സ്നേഹത്തോടെ പെരുമാറുന്നു. ഇത് തന്നെ നമ്മുടെ മാതൃകയുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തിന്റെ അടിസ്ഥാനമാണ്. സോ ഈ ഒരു രാജ്യത്തിൽ നമ്മൾ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ, കുഞ്ഞുങ്ങളെ മുൻപോട്ട് വഴി നടത്തുന്നതിൽ ഒത്തിരി സ്ട്രഗിൾ അനുഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ മക്കളുടെ മുൻപിൽ നമ്മൾ മാതൃകയുള്ളവരായിരിക്കുക. മാതൃക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഞാൻ കൺവേ ചെയ്യാനായിട്ട് ശ്രമിച്ച ചില സംഗതികൾ ഇതാണ്. നമ്മുടെ പരസ്പരമുള്ള സ്പൗസ് റിലേഷൻഷിപ്പിൽ നമ്മൾ എങ്ങനെയാണ് ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത്, അത് നമ്മുടെ മക്കൾ കണ്ടു വളരണം. ഒരു ക്രൈസിസ് വരുമ്പോൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കളെ, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഉള്ള ഒരിടം നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നെങ്കിൽ നമുക്ക് ഈ ഒരു വലിയ വാല്യൂസിനെ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടായിക്കോട്ടെ, ജോലിയിൽ നിന്നുണ്ടാകുന്ന പ്രഷർ ഉണ്ടായിക്കോട്ടെ, ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും എങ്ങനെ നമുക്ക് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ട്, വളരെ സിൻസിയർ ആയിട്ട് നമ്മുടെ ഈ ഒരു ടൈമിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു സംഗതി, നമ്മുടെ കുടുംബത്തിന്റെ ഒരു സമാധാനത്തെ ഇല്ലാതാക്കുന്ന മറ്റൊരു സംഗതിയാണ് ഡിജിറ്റൽ ഓവർലോഡ്. ഇപ്പം ഡിജിറ്റൽ ഓവർലോഡ് എന്ന് പറയുന്ന സംഗതി, ഇന്ന് നമുക്കൊരു ഡിജിറ്റൽ മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നമ്മൾ എല്ലാവരും ആയിരിക്കുന്നത്. അത് എല്ലാ നാട്ടിലും എല്ലാ സ്ഥലത്തും ഇത് നന്നായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈസ് ഗുഡ്. നമ്മുടെ ഒരു ഗ്ലോബൽ സയൻസിന്റെ വലിയൊരു വളർച്ചയാണല്ലോ. പക്ഷെ ഇതിനകത്ത് ഇതിന്റെ ഒരു നല്ല വശവുമുണ്ട്. എന്നാൽ ഇതിനെ നമ്മൾ മിസ്യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഇത് പലപ്പോഴും ദോഷമുള്ളതായിട്ട് തീരുന്നത്. ഈ ഡിജിറ്റൽ ഓവർലോഡ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പറയുന്നത്, നമ്മുടെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ പലപ്പോഴും കുറഞ്ഞുകൊണ്ടിരിക്കുക.
ഇപ്പൊ നമുക്ക് ജോലി ചെയ്യുന്നിടത്തും പഠിക്കുന്ന ഇടത്തുമെല്ലാം ഇതിന്റെ ഒരു ആവശ്യമുണ്ട്. എന്നാൽ നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ നടത്തേണ്ട സാഹചര്യത്തിൽ നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ഓവർലോഡിനകത്ത് ഡിപ്പായി പോകുന്നുണ്ടോ? അത് നമ്മൾ വളരെയധികം ഒന്ന് ചിന്തിക്കേണ്ട ഒരു വലിയ സംഗതിയാണ്. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ഒരുപക്ഷെ വീട്ടിൽ നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടൈം വളരെ കുറച്ചായിരിക്കും. അപ്പൊ ആ വളരെ കുറഞ്ഞ തുച്ഛമായ ഒരു സമയത്ത്, ആ ഒരു ലിമിറ്റഡ് ടൈമിൽ എത്രത്തോളം നമുക്കൊരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ, നമുക്ക് ആ ഒരു അതിലൂടെ എത്രത്തോളം നമ്മുടെ ബോണ്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഒരു ഡിജിറ്റൽ ഓവർലോഡിനകത്ത് ഡിപ്പ് ചെയ്തു പോകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന വലിയൊരു ദോഷം, ഇമോഷണലി ഭയങ്കര ഡ്രൈനെസ് ഫീൽ ചെയ്യും. സോ ആ ഒരു ഡ്രൈനെസ് എന്ന് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, ഒരു സങ്കടം ഉണ്ടാകുന്നെങ്കിൽ ഈ സങ്കടം ഉള്ളിൽ ഒതുക്കി അതിനെ വളരെയധികം നെഗ്ലക്ട് ചെയ്തു പോകുന്ന ഒരു അവസ്ഥ. എന്നാൽ ഈ ഒരു ഏജ് കഴിഞ്ഞിട്ട് നമ്മൾ നീങ്ങുന്ന ഒരു ഓൾഡ് ഏജ് ഉണ്ട്. ഇപ്പൊ കുറച്ച് നാൾ മുമ്പ് ഒരു പഠനം കണ്ടായിരുന്നു. ഓൾഡ് ഏജ് എന്ന് പറയുന്നത് 80 വയസ്സിന് ശേഷമാണ്, 80 ഇയേഴ്സിന് ശേഷമാണ്. സോ പക്ഷെ നമ്മുടെ ഒരു ജീവിത കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഓൾഡ് ഏജ് എന്ന് പറയുന്ന ഒരു 60 എബവ് അല്ലെങ്കിൽ ഒരു 65 എബവ് ഒക്കെ വരുമ്പോഴത്തേക്കിനും ഇപ്പം നമ്മൾ നെഗ്ലക്ട് ചെയ്ത് സപ്രസ് ചെയ്ത് ഇടുന്ന പല ഇമോഷൻസും പല ഫെയിലുവേഴ്സും അന്ന് തലപൊക്കും. ഇതൊരു ഡിപ്രഷനായിട്ട് അല്ലെങ്കിൽ ഇത് മറ്റെന്തെങ്കിലും ഒരു ഫിസിക്കൽ രോഗമായിട്ടൊക്കെ തലപൊക്കും. അപ്പൊ ഒരു മെന്റൽ ഇൽനെസ്സിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഈ ഡിജിറ്റൽ ഓവർലോഡ് നമുക്ക് നൽകുന്ന ഇമോഷണൽ ഡ്രൈനെസ്സിലൂടെ ഉണ്ടാകാനായിട്ട് പോകുന്നത്. ഇന്ന് നമ്മളിപ്പം ചുറ്റുപാടിലേക്ക് നോക്കിയാൽ ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഇമോഷണൽ എക്സ്പ്രഷൻസ് ഇല്ലാതെ പോകുന്ന ഒരു ലോകത്തിന്റെ മറ്റൊരവസ്ഥയാണ് ഇന്ന് ലോകം അതിനെ ഇട്ടിരിക്കുന്ന പേരാണ് ഡിമെൻഷ്യ. അതായത് ഇമോഷണലി നമ്മളിങ്ങനെ അങ്ങ് സൈലന്റാ, ഉറങ്ങിക്കൊണ്ടിരിക്കുവോ, ഒന്നും അറിയുന്നില്ല. സോ ആ ഒരു മെമ്മറി ലോസ് എന്ന് പറയുന്ന അവസ്ഥ ഇമോഷണൽ ലോസ് ആണ്. സയന്റിഫിക്കലി മെമ്മറി ലോസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസ് ഡാമേജ് ആകുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ പൊട്ടൻഷ്യൽസ് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ മറ്റൊരാളിന്റെ ഡിപ്പെൻഡൻസിയിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വേഴ്സ് ലൈഫ് സിറ്റുവേഷൻ ആണ്. ഈ ഒരു വ്യക്തി സപ്രസ് ചെയ്യുന്ന ഫെയിലുവേഴ്സ്, സപ്രസ് ചെയ്യുന്ന ഇമോഷൻസ്, ഇത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക്, ഭയങ്കരമായിട്ടുള്ള ഒരു മെന്റൽ ഇൽനെസ്സിലേക്കാണ് പോകുന്നത്. സോ നമുക്കിപ്പം ദൈവം തന്നിരിക്കുന്ന ഈ ജീവിത സാഹചര്യത്തിൽ ഒരു പരസ്പരം തുറന്ന് സംസാരിക്കാനും ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ആ ഒരു ഗുഡ്നെസ്സിനെ നല്ല രീതിയിൽ കാണുവാനും സാധിക്കുന്നിടത്ത് ഒരു സ്പൗസ് ബോണ്ട് നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. പേരന്റൽ ബോണ്ട് നന്നായിട്ട് ബിൽഡപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അതിലൂടെയാണ് നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് മുൻപോട്ട് വളരെ സ്ട്രെങ്തൻ ആയിട്ട് പോകുന്നത്. ഇനി മറ്റൊരു സംഗതിയാണ്, നമ്മുടെ കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് റിലേഷൻഷിപ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ബന്ധങ്ങളെ മനസ്സിലാക്കാതെ പോവുക, ഇല്ലേ? ചിലപ്പോഴെങ്കിലും പറയാം, ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ലേ, ഞാൻ എത്ര പറഞ്ഞിട്ടും മനസ്സിലാകുന്നില്ലേ. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിലൊക്കെ ഓരോ പ്രാവശ്യം ഓരോ സാഹചര്യങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ശരിയാണ്, ആർക്കും ആരെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ വി ആർ യുണീക്ക്. ഇപ്പം എന്റെ ഇഷ്ടങ്ങളും എന്റെ താല്പര്യങ്ങളും എന്റെ ചിന്തകളും അല്ല അച്ഛൻ്റെത്, തിരിച്ച് അച്ഛന്റെ ചിന്തകളും താല്പര്യങ്ങളും ഒന്നുമല്ല എന്റേതും. സോ വി ആർ യുണീക്ക്. നമ്മൾ എല്ലാവരും ഭയങ്കര വ്യത്യസ്തരാണ്. അപ്പോൾ ഈ വ്യത്യസ്തതകളുള്ള രണ്ട് വ്യക്തികളാണ് ഒരു കുടുംബ ജീവിതത്തിൽ ദൈവ സൃഷ്ടിയോടെ, ദൈവ കൽപ്പനയോടെ, വിവാഹം എന്ന വിശുദ്ധ കൂദാശയിലൂടെ ഒരുമിച്ച് ജീവിക്കുന്നത്. അതൊരു വലിയ ദൈവിക ബ്ലെസ്സിങ്സ് ആണ്. എന്നാൽ ഈ ഒരു വലിയ ദൈവത്തിന്റെ പ്ലാനിൽ നമ്മൾ ഒരു മാരേജ് റിലേഷൻഷിപ്പിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ആർക്കും ആരെയും പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നമ്മൾ വ്യത്യസ്തരാണെന്നുള്ള ഒരു റിയാലിറ്റി നമ്മുടെ ഈ ബന്ധത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. വി ആർ യുണീക്ക്. യുണീക്ക് ആയിട്ടുള്ള രണ്ടു പേർ ഒരുമിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് എ മീനിങ് ഫുൾ ഫാമിലി ലൈഫ്, എ മീനിങ് ഫുൾ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഇവിടെ നമ്മള് എനിക്ക് നിന്നെ മനസ്സിലാകുന്നില്ല, നിനക്ക് എന്നെ മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നീ ഒന്നും മനസ്സിലാക്കുന്നില്ല, നിന്റെ ഇഷ്ടങ്ങൾ ഞാനൊന്നും മനസ്സിലാക്കുന്നില്ല, എന്റെ സ്ട്രഗിള് നീ മനസ്സിലാക്കുന്നില്ല, നിന്റെ സ്ട്രഗിൾ ഞാനും മനസ്സിലാക്കുന്നില്ല, ഇങ്ങനെ കോമ്പീറ്റ് ചെയ്തിട്ട് ഒരിക്കലും മാരിറ്റൽ റിലേഷൻഷിപ്പ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു വ്യത്യസ്തതയുള്ള,
അതായത് യുണീക്ക് ആയിട്ടുള്ള രണ്ട് വ്യക്തികളെ ദൈവം ഒരുമിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ദൈവം തമ്പുരാന്റെ പ്ലാനോടെയാണ് നമ്മൾ എല്ലാവരും ഈ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ആയിരിക്കുന്നത്. സോ അങ്ങനെയെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ ദൈവം എനിക്ക് തന്ന സ്പൗസിലും ആ ഒരു ഫ്രീഡം ഉണ്ട്. എന്നാൽ പരസ്പര ബന്ധങ്ങളിൽ ആ ഒരു വിശ്വസ്തതയ്ക്ക് ഹാംഫുൾ ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാതിരിക്കുക. ആ ഒരു ദൈവം തന്നിരിക്കുന്ന ഈ ഒരു വലിയ പ്രിവിലേജ് ആണ്. ഈ പ്രിവിലേജിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ കീപ് അവർ റിലേഷൻഷിപ്പ് ഇൻ ഗുഡ് വേ, നല്ല ഒരു മാർഗത്തിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കാത്തു സൂക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ ബേസിക് ആയിട്ട് ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് വിട്ടുകൊടുക്കാൻ തയ്യാറാവുക. അതായത് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം സാധിച്ചെടുക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല ഈ മാരിറ്റൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എനിക്ക് ദൈവം തന്ന ജീവിത പങ്കാളിയെയും കൂടെ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, ഇപ്പം ജീവിത പങ്കാളി അല്ലെ സ്പൗസ് പറയുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും അംഗീകരിച്ചു കൊടുക്കുവാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ സ്പൗസിന്റെ ഇഷ്ടങ്ങളെല്ലാം ഇപ്പോഴും ഓക്കെ എന്ന് പറയാനായിട്ടും പ്രയാസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള വ്യത്യസ്തതകൾ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഭംഗിയായിട്ട് മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? അവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഈ വ്യത്യസ്തതകൾ ഉള്ളതിനെ രണ്ട് വ്യക്തികൾക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാത്ത്, ഒരു വഴി നാം സൃഷ്ടിക്കുക. ഈ വഴി സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ദൈവസന്നിധിയിൽ നമ്മളൊന്ന് മുട്ടുമടക്കുമ്പോൾ മാത്രമേ സാധിക്കുകയുള്ളൂ. ഒത്തിരിയേറെ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നിടത്ത് മാത്രമേ നമുക്ക് സന്തോഷകരമായ ഒരു വഴി ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒത്തിരിയേറെ ക്ഷമിച്ചു കൊടുക്കുന്നിടത്ത് മാത്രമേ നമ്മൾക്ക് വളരെ സമാധാനമുള്ള, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, മാരിറ്റൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഞാൻ ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ പേരൻസിന്റെ ലൈഫാണ്. എത്ര പ്രാവശ്യം ഇറങ്ങിപ്പോകാൻ തയ്യാറായിട്ടുള്ളവരായിരുന്നു, എത്ര പ്രാവശ്യം വേണ്ടാന്ന് വെക്കാൻ തീരുമാനിച്ചവരായിരുന്നു, എത്ര പ്രാവശ്യം എല്ലാം ഇട്ടിട്ടങ്ങ് പോയേക്കാമെന്ന് തീരുമാനിച്ചവരായിരുന്നു. പക്ഷെ അവരെയൊക്കെ ഒരുമിപ്പിച്ച് നിർത്തിയത് വൈകുന്നേരമാകുമ്പോൾ, സന്ധ്യയാകുമ്പോൾ ഒരുമിച്ചിരുന്ന് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന കുറച്ച് സമയമുണ്ടായിരുന്നു. ആ പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തീരും എല്ലാ വലിയ മൗണ്ടൻസും, പ്രശ്നങ്ങളുടെ എല്ലാ വലിയ മൗണ്ടൻസും അവിടെ മെൽറ്റായി പോവുക ചെയ്യുന്നത്. സോ എത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ വന്ന് ഇരിക്കാൻ ഒരു നിമിഷം നാം ഒന്ന് കണ്ടെത്താൻ തയ്യാറാകുന്നു, അവിടെ നമ്മുടെ ഈഗോയാണ് റിസോൾവ് ആയി പോകുന്നത്, അവിടെ നമ്മുടെ ഈഗോയാണ് മെൽറ്റായി പോകുന്നത്. അപ്പൊ ഈ ഈഗോയെ ഒന്ന് മെൽറ്റാക്കാൻ നമ്മൾ വില്ലിങ് ആകുന്നിടത്ത് മാത്രമേ റിലേഷൻഷിപ്പിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നുള്ളൂ. അപ്പം റിലേഷൻഷിപ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് വെല്ലുവിളിയാകുന്ന വലിയൊരു സംഗതി. അപ്പം ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ വീട്ടിനകത്ത് ഒരു കെയോസ് ഉണ്ടാകുന്നത്. കെയോസ് അതിങ്ങനെ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം, അതിന് പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. പക്ഷേ ഈ ഉണ്ടാകുന്ന കെയോസിനെ ഒരു കോസ്മോസ് ആക്കാൻ, ഓർഡർ അല്ലാത്തതിനെ ഓർഡർ ആക്കാൻ, പെർഫെക്റ്റ് അല്ലാത്തതിനെ പെർഫെക്റ്റ് ആക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് ദൈവത്തിലുള്ള ആശ്രയം. ഈ നമ്മുടെ കുടുംബത്തിൽ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട്, ഇപ്പൊ നമ്മൾ ഇതിനകത്തൊരു 4-5 കാരണങ്ങൾ ഞാൻ പറയാനായിട്ട് ശ്രമിച്ചു. 1 ജോബ് പ്രഷർ, 2 ഫൈനാൻഷ്യൽ സ്ട്രെസ്, 3 പേരന്റിങ് ചലഞ്ചസ്, 4 ഡിജിറ്റൽ ഓവർലോഡ്, 5 റിലേഷൻഷിപ്പ് മിസ്അണ്ടർസ്റ്റാൻഡിങ്. ഇങ്ങനെ ഉണ്ടാകുന്ന കെയോസ് നമ്മളെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ഏതൊക്കെ തലങ്ങളിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. 1, ഇത് നമുക്ക് തരുന്നത് വലിയൊരു മെന്റൽ സ്ട്രെസ്സാണ്. ഇന്ന് പൊതുവെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് സ്ട്രെസ് ആണെന്നുള്ളൊരു വാക്ക്. ഇന്ന് ഭയങ്കര കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ വാക്ക് സ്ട്രെസ്. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞ സംഗതി എങ്ങനെയാണ് നമ്മിലേക്ക് വരുന്നത്? ഇപ്പൊ നമ്മൾ പറയും എൻ്റെ മനക്കെട്ടി അല്ല നിന്റെ മനക്കെട്ടി. നാട്ടിൽ നമ്മൾ പറയും തൊലിക്കെട്ടി കൂടിയവരും ഉണ്ട്, തൊലിക്കെട്ടി കുറഞ്ഞവരും ഉണ്ട്. എന്തെങ്കിലും കേട്ടാൽ ഉടനെ ഇമോഷണലായി പോകുന്നവരും ഉണ്ട്, കേട്ടാൽ ഒരു ചെവി കൂടെ കേട്ട് മറ്റിടത്തൂടെ കളയുന്നവരും ഉണ്ട്. സോ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സണാലിറ്റി ആണത്. അപ്പം ഈ മെന്റൽ സ്ട്രെസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്
നമ്മൾ ഏറ്റെടുക്കുന്ന വിഷയത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. അതാണ് നമ്മളെ പലപ്പോഴും സ്ട്രെസ്ഫുൾ ആക്കുന്നത്. ഇപ്പൊ എന്നെ ഒരാൾ ചീത്ത വിളിച്ചാൽ, എന്നെ ചീത്ത വിളിച്ചല്ലോ എന്നോർത്ത് ഞാൻ വല്ലാതെ ഭാരപ്പെട്ടോണ്ടിരുന്നാൽ എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ചീത്ത വിളിച്ച ആളിനെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, വിളിച്ച ആളിന്റെ എഡ്യൂക്കേഷൻ അത്രയേ ഉള്ളൂ, ഇറ്റ്സ് ഓക്കെ പോട്ടെ എന്ന് വിചാരിച്ചാൽ എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്നു. അല്ല, അവൻ എന്നെ ചീത്ത വിളിച്ചു, അല്ലെ അവൾ എന്നെ ചീത്ത വിളിച്ചു എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കും തോറും എനിക്ക് ആ ഒരു ബാഡ് വേർഡിനെ മായ്ച്ചു കളയാനൊന്നും പറ്റുന്നില്ല. പക്ഷെ എൻ്റെ ചിന്തകൾ കൊണ്ട് എനിക്കതിനെ റിസോൾവ് ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന പല മെന്റൽ സ്ട്രെസ് ഉണ്ട്. സോ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു സംഗതിയാണ്, ഞാൻ ഏറ്റെടുക്കുന്ന മെന്റൽ സ്ട്രെസ് കൊണ്ട് എൻ്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുമോ? നമ്മൾ ഏറ്റെടുക്കുന്ന മെന്റൽ സ്ട്രെസ് കാരണം ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്യപ്പെടുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യപ്പെടുന്നത്? ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യമേ ബി കാം, നമ്മൾ ഒന്ന് കാം ആവുക. സോ നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുക. ഞാൻ വറി ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രശ്നം ഒന്നും സോൾവ് ആകുന്നില്ല. ഞാൻ കാം ആകുമ്പോൾ എനിക്ക് നല്ല ഒരു ചിന്ത ഉണ്ടാകുന്നു. ഇപ്പൊ ഞാൻ അതിന് ഉദാഹരണം പറയാം. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു കഥാപാത്രമാണ് ഹാഗാർ. അപ്പം അബ്രഹാമിന്റെ ഭാര്യയായ സാറായുടെ വെപ്പാട്ടി, അതായത് സെക്കൻഡ് വൈഫ് എന്ന് പറയുന്ന ഹാഗാറിൽ അബ്രഹാമിന് മകനുണ്ടാകുന്നു. അപ്പം ഈ ഇസ്മായേൽ എന്ന് പറയുന്ന മകനെയും കൊണ്ട് ഹാഗാറിനെ അബ്രഹാം സാറായുടെ വാക്ക് കേട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിടുക. അപ്പൊ ഈ ഇറക്കി വിട്ടിട്ട് ഈ മകനെയും കൊണ്ട് ഹാഗാർ ഒരു മരുഭൂമിയിൽ പോയിരുന്ന് വല്ലാണ്ട് നിലവിളിച്ച് കരയുക. കാരണം ഈ കുഞ്ഞിന് കൊടുക്കാൻ ഭക്ഷണമില്ല, കരുതിക്കൊണ്ട് വന്ന ഭക്ഷണവും വെള്ളമൊക്കെ തീർന്നു. അപ്പോൾ അവിടെ ഇരുന്ന് ഹാഗാർ വല്ലാതെ നിലവിളിച്ചപ്പോൾ ഒരു ദൂതന്റെ ശബ്ദം കേട്ടു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ദൂതൻ ഇങ്ങനെയാ വിളിക്കുന്നത്, ഹാഗാറെ ഹാഗാറെ, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ ഹാഗാർ നീ ആരാന്നല്ല ചോദിച്ചത്. ഹാഗാർ ചോദിക്കുന്ന മറുപടി ഇതാണ്, എന്നെ കണ്ടവനെ നീ ഇവിടെയും വന്നുവോ? അത് അവളുടെ ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. താൻ ആരാണെന്ന് അറിഞ്ഞ ഒരു ദൈവം അവളുടെ ക്രൈസിസിൽ അവളുടെ കൂടെയുണ്ടെന്ന് അവൾ തിരിച്ചറിയുക. എന്നിട്ട് ഈ ദൂതൻ പറയുന്നുണ്ട്, നീ പുറകോട്ട് തിരിഞ്ഞു നോക്ക്, അവിടെ ഒരു വലിയ നീരുറവയുണ്ട്. എന്നാൽ അത്രയും നേരം ആ മരുഭൂമിയിൽ ഇരുന്ന് വാവിട്ട് നിലവിളിച്ച ഹാഗാറ് മകനെ കൊണ്ട് അവിടെ എല്ലാം ഊടാടി നടന്നു കാണും, എവിടെങ്കിലും ഇറ്റ് വെള്ളം കിട്ടുമോന്ന്. പക്ഷെ അന്നേരം ഒന്നും ഈ ഹാഗാറിന്റെ കണ്ണിൽ ഈ കിണർ കണ്ടില്ല. ഈ കിണർ എവിടുന്നാ വന്നത്? സോ ഇതിന്റെ സൈക്കോളജിക്കലി പറയുന്ന ഒരു വാക്കുണ്ട്, ഒരു സംഗതി ഇതാണ്, നമ്മുടെയൊക്കെ ക്രൈസിസിന്റെ നടുവിൽ നമ്മളൊക്കെ വല്ലാണ്ട് വാവിട്ട് നിലവിളിക്കുക, ഞാൻ നഷ്ടപ്പെട്ടു പോയല്ലേ, എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ഇവിടം കൊണ്ട് തീർന്നു എൻ്റെ ജീവിതം. ഇവിടെ ഹാഗാർ മകന്റെ മരണം കാണാൻ പറ്റാതെ മകനെ കുറച്ച് ദൂരത്ത് കിടത്തിയിട്ട് മാറിയിരിക്കുക. കാരണം മോനിപ്പം മരിക്കും, അവന് ഭക്ഷണവും വെള്ളവും കിട്ടാതെ മോനിപ്പം മരിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ക്രൈസിസിന്റെ നടുവിൽ എല്ലാം തീർന്നു, ഇനി എനിക്ക് മുൻപോട്ട് ഒരു വഴിയില്ല, ഇനി എൻ്റെ ജീവിതം ഇവിടം കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടു എന്ന് വിചാരിച്ചാണ് നമ്മളൊക്കെ നിലവിളിക്കുന്നത്. സോ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്, ഈ മെന്റൽ സ്ട്രെസ് നമ്മൾ അനുഭവിക്കുന്നിടത്തോളം കാലം സ്ട്രെസ്ഫുൾ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും നമുക്കൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് സാധിക്കുന്നില്ല. ഇവിടെ ഹാഗാറിന്റെ സ്റ്റോറി നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഇതാണ്, നമ്മുടെ തൊട്ടരികിൽ തന്നെയുണ്ട് നീരുറവ, നമ്മുടെ തൊട്ടരികിൽ തന്നെയുണ്ട് റിസോഴ്സസ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് ഈ റിസോഴ്സിനെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പറഞ്ഞ മെന്റൽ സ്ട്രെസ്സിനകത്ത് ഡിപ്പായി പോകുമ്പോൾ ഒരിക്കലും നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വാല്യുബിൾ ആയിട്ട് തിരിച്ചു വരാനായിട്ട് സാധിക്കാതെ പോകരുത്. ഈ വിശ്വാസ യാത്രയിൽ നാം മനസ്സിലാക്കേണ്ട സംഗതിയും, നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്, സ്ട്രഗിൾസ്, ഫെയിലുവേഴ്സ്, ഇതിൻ്റെയൊക്കെ നടുവിൽ നാം മനസ്സിലാക്കുക, നമ്മളെ കാണുന്ന ഒരു ദൈവം കൂടെയുണ്ട്. അപ്പോൾ ഈ ദൈവം തമ്പുരാൻ നമുക്ക് റിസോഴ്സ് തന്നിട്ടുണ്ട്. ഇത് കാണണമെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ട് കാര്യമില്ല, ബി കാം, നമ്മൾ ശാന്തരാവുക, ദൈവസന്നിധിയിൽ ഒന്ന് ശാന്തമായി ഇരിക്കാനൊന്ന് മനസ്സ് കാണിക്കുക. നമ്മുടെ തൊട്ടരികിൽ തന്നെയുണ്ട് റിസോഴ്സസ്. ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്ന ഒരു സംഗതി, മെന്റൽ സ്ട്രെസ് അനുഭവിക്കുന്നവർ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുക. നമ്മൾ സാധാരണ പറയും, ചിന്തിച്ചാൽ ഒരു അന്തോ ഇല്ല, ചിന്തിച്ചില്ല ഒരു കുന്തോ ഇല്ലെന്ന്. പക്ഷെ ഇവിടെ നമ്മളിങ്ങനെ ചിന്തിച്ച് അങ്ങ് പോവാ. ഈ കാട് കയറി ചിന്തിക്കുന്നത് കൊണ്ട്
നമ്മൾ ടൂ മച്ച് വറി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് നൽകുന്ന മറ്റൊരു റിസൾട്ടാണ് ആങ്സൈറ്റി. ഇനി എന്താ ചെയ്യുന്നത്? ഇനി ഒരു വഴിയില്ല. അപ്പോൾ ഈ മെന്റൽ സ്ട്രെസ്സിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ മനസ്സിലാക്കുക, ഇത് നമുക്ക് നൽകുന്ന ഒരു ഓവർ തിങ്കിങ്, അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് നാം പെട്ടുപോകുന്ന ഒരു വലിയൊരു ആങ്സൈറ്റി. ഇത് പലപ്പോഴും കുടുംബ ബന്ധങ്ങളിൽ ഫാമിലി റിലേഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും നമ്മുടെ പെരുമാറ്റങ്ങളിൽ വ്യത്യാസം ഉണ്ടാകുന്നു, ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാകുന്നു. പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. സ്പൗസ് എന്തെങ്കിലും ചോദിച്ചാൽ അന്നേരം നമ്മൾ കൊടുക്കുന്ന വാക്ക് ഭയങ്കര ഹാർഷായിട്ടായിരിക്കും, ഒട്ടും മയമില്ലാത്തതായിരിക്കും. ചോദിക്കുന്നത് ചായ ആണെങ്കിൽ കൊടുക്കുന്നത് ചോറായിരിക്കും. അപ്പോൾ ഇങ്ങനെ നേരെ ഓപ്പോസിറ്റ് റിയാക്ഷൻസ് വരും മക്കളോട്. അപ്പോൾ ഇത് ഭയങ്കര ടെമ്പർ ബിഹേവിയറിലേക്ക്, ഭയങ്കര ഒരു വയലന്റ് ബിഹേവിയറിലേക്ക്, അപ്പൊ നമ്മുടെ കുടുംബ അന്തരീക്ഷത്തിന്റെ ഒരു ഹാർമണി നഷ്ടപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ സൃഷ്ടിക്കാം. ചിലരുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ഒരു ബാഡ് വേർഡ്സിലേക്ക് പോകും. ഒരിക്കലും, സാധാരണ ചിലർ പറഞ്ഞാൽ ഞാൻ ചത്താലും മറക്കൂലെന്ന് പറയും, കേട്ട വാക്ക്. അതുപോലെ ജീവിതത്തെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് വല്ലാണ്ട് മുറിവേൽപ്പിക്കുന്ന ഹാർഷായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ചിലര് തമ്മിൽ തമ്മിൽ പനിഷ് ചെയ്യും, ഉപദ്രവിക്കും. അപ്പോൾ ഇതിന്റെയൊക്കെ കാരണം നമ്മൾ ആദ്യം പറഞ്ഞ മെന്റൽ സ്ട്രെസ്സാണ്. അപ്പോൾ ജീവിത സാഹചര്യത്തിൽ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഡിഫറെന്റ് സിറ്റുവേഷൻസിന്റെ നടുവിൽ മെന്റൽ സ്ട്രെസ്സിലേക്ക് നാം ഡിപ്പായി പോകുമ്പോൾ നമ്മൾ പോകുന്ന ബിഹേവിയറൽ ചേഞ്ചസ് ആണ് ഞാനിവിടെ പറയാനായിട്ട് ശ്രമിച്ചത്. ചിലരുടെ ലൈഫിൽ ചിലരൊരു കെമിക്കൽ അബ്യൂസിലേക്ക് പോകുന്നവരുണ്ട്, ആൽക്കഹോൾ, ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നവരുണ്ട്. സോ അവിടെയും നമ്മൾ സ്വയം നശിപ്പിക്കുന്നത് ശരീരത്തെയാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള വെളിവുള്ള ബുദ്ധിയാണ് നമ്മൾ വെളിവില്ലാതാക്കി തീർക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആൽക്കഹോൾ യൂസ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ഒരു വാല്യൂ ലൈഫിനെ നന്നായിട്ട് സ്പോയിൽ ചെയ്യുന്നു. നമ്മളൊരു എന്റർടൈൻമെന്റിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നമ്മളൊരു എൻജോയ്മെന്റിന് വേണ്ടിയാകാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു മെന്റൽ സ്ട്രെസ്സിനെ കാമാക്കാൻ വേണ്ടിയാകാം. ഇതൊന്നും പരിഹരിക്കപ്പെടത്തില്ല. ഒരു ആൽക്കഹോൾ യൂസ് അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിനെ ടോട്ടലി വേഴ്സ് ആക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയും, സ്ട്രെസ്ഫുൾ ആകുന്ന സാഹചര്യത്തിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് മറ്റു പല സാഹചര്യങ്ങളിലല്ല. ഡിപ്പെൻഡ് ഓൺലി ടു ക്രൈസ്റ്റ്. യേശു കർത്താവിൽ നമ്മുടെ ആശ്രയം വെക്കുക. നമ്മൾ ആസ് എ ക്രിസ്ത്യൻ നമ്മളൊരു വാല്യൂ ലൈഫ് കീപ്പ് ചെയ്യാൻ, ഒരു സ്പിരിച്വൽ വാല്യൂ ലൈഫ് കീപ്പ് ചെയ്യാനായിട്ട് വില്ലിങ് ആകുന്ന നമ്മളെ കണ്ടു വളരുന്ന മക്കൾ, നമ്മൾ എങ്ങനെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്നതെന്ന് നമ്മുടെ തലമുറ കണ്ടു വളരാൻ നമ്മുടെ ഒപ്പം വളരുകയാണ്. സോ അവിടെ നമ്മൾ മനസ്സിലാക്കുക, ഒരു ഔട്ട്സൈഡ് ഡിപ്പെൻഡൻസി നമ്മുടെ ലൈഫിനെ സ്പോയിൽ ചെയ്യും. എന്നാൽ യേശു കർത്താവിലുള്ള ആശ്രയം മാത്രമേ നമ്മൾക്ക് വാല്യുബിൾ ആയിട്ട് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനിയും മറ്റൊരു സംഗതി, ഈ ഒരു മെന്റൽ സ്ട്രെസ് കാരണം നമ്മളിൽ സൃഷ്ടിക്കുന്നത് ഒരു വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് കാരണം ഇന്നത്തെ കാലത്ത് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിന് കണ്ടെത്തുന്ന ഒരേ ഒരു മീഡിയ മാത്രമേ ഉള്ളൂ. തിരിച്ചു പറയാൻ പറ്റാത്ത ഒരു മീഡിയയെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതാണ് സ്ക്രീൻ. ഇങ്ങോട്ട് പറയുന്നത് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേട്ടോളൂ, ഇങ്ങോട്ടൊന്നും പറയത്തില്ല. എനിക്ക് പറയാനും നോക്കാനും കാണാനുമുള്ള ഒരിടത്തേക്ക് മാത്രം ഞാൻ മാറിപ്പോകുന്ന ഒരു അവസ്ഥ. അതുകൊണ്ട് ഇമോഷണലി വ്യക്തികൾ തമ്മിൽ, പേഴ്സൺസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പരസ്പരം ആരും ഒന്നും കേൾക്കുന്നില്ല. ഇന്ന് വീട്ടിനകത്താണെങ്കിലും നോട്ട് ലിസണിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ഒന്നും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു. അപ്പം ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാകുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിനെ പരിഹരിക്കാൻ കണ്ടെത്തുന്ന ഇന്റർനെറ്റ് ചാറ്റ് ടൈം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ വ്യക്തികൾ തമ്മിലുള്ള ഇംപേഴ്സൺ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വലുതായിക്കൊണ്ടിരിക്കുന്നു. അത് വീണ്ടും നമുക്ക് കെയോസ് വർദ്ധിച്ചുകൊണ്ടിരിക്കാനുള്ള സാധ്യതകളാണ് സൃഷ്ടിക്കുന്നത്. അതുപോലെ മറ്റൊരു സംഗതിയാണ് ടൈം ഇംബാലൻസ്. സാധാരണ ഒരു കുടുംബ ജീവിതത്തെ നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ക്വാളിറ്റി ടൈം, ഗുണപരമായ സമയം. ഇന്ന് നമ്മുടെ ഒരു ജീവിത സാഹചര്യത്തിന്റെ നടുവിൽ
എത്രത്തോളം നമുക്കൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്നുണ്ട്? ഒരുപക്ഷെ ആഴ്ചയിൽ ഒരിക്കലായിരിക്കാം മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യുന്ന ഒരു ടേബിൾ ഫെലോഷിപ്പിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചു. പ്ലസ് അതിനോട് ചേർന്ന് വരുന്ന ഒരു സംഗതിയാണ് ക്വാളിറ്റി ടൈം ഇംപ്രൂവിങ്. നമുക്ക് ഒരുമിച്ച് മാതാപിതാക്കൾക്കും മക്കൾക്കും സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ടൈം ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നിടത്ത് നമ്മുടെ ഈ ഒരു സ്ട്രെസ് ഫാക്റ്റിനെ ഇല്ലാതാക്കാനായിട്ട്, കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാരണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മുടെ ജീവിതത്തെ വല്ലാണ്ട് സ്ട്രെസ്ഫുൾ ആക്കുന്നു, നമ്മുടെ ഒരു ഇമോഷണൽ ബിഹേവിയേഴ്സിന് ചേഞ്ചസ് ഉണ്ടാക്കുന്നു, ഇത് നമ്മുടെ ബന്ധങ്ങളെ നല്ല രീതിയിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ നിന്ന് നമുക്കെങ്ങനെ അർത്ഥവത്തായിട്ട് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കും? ഇവിടെ നമ്മൾ പല വ്യത്യസ്തമായുള്ള ജീവിത സാഹചര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ജീവിത സാഹചര്യങ്ങൾ നമുക്ക് നൽകുന്ന മെന്റൽ ഇൽനെസ്, അത് നമുക്ക് നൽകുന്ന ബിഹേവിയറൽ ചേഞ്ചസ്, അത് കാരണം നമ്മുടെ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഡിസ്റ്റർബൻസ്, ഇതിനെക്കുറിച്ചാണ് ഇത്രയും സമയം നമ്മൾ പറയുവാനായിട്ട് ശ്രമിച്ചത്. ഇവിടെ നമ്മളിന്ന് വായിച്ചു കേട്ട ഈ വേദഭാഗം നമുക്ക് നൽകുന്ന ചില ഇൻസൈറ്റ്സ് ഉണ്ട്. അത് ഞാനൊന്ന് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഈ വായിച്ച വേദഭാഗത്ത് ജീസസ് ഇൻ ദ സ്ട്രോം, യേശു കർത്താവ് കൊടുങ്കാറ്റിന്റെ നടുവിൽ ഉണ്ട്. അതാണ് അവിടുത്തെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഹൈലൈഷൻ. നമ്മൾ കടന്നു പോകുന്ന ജീവിതയാത്രയിൽ ഈ മേൽപ്പറഞ്ഞ സ്ട്രഗിൾസിന്റെ നടുവിൽ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. ഇവിടെ നമുക്ക് നൽകുന്ന വലിയ ചിന്ത, ഒന്ന്, യേശു നമ്മോടൊപ്പം ഉള്ളപ്പോൾ പലപ്പോഴും കൊടുങ്കാറ്റും തിരമാലയും ഒക്കെ വരാം. ഇപ്പം നമ്മള് വീട്ടിൽ പ്രാർത്ഥിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നു, വിശുദ്ധ കുർബാന അറ്റൻഡ് ചെയ്യുന്നു, എല്ലാ കാര്യങ്ങളുമുണ്ട്. വിശ്വാസ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ മിക്കവാറും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ ഓർക്കും, ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിൽ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? എനിക്ക് എന്തുകൊണ്ട് എൻ്റെ മക്കളെ മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല? മക്കളെ ഷെയർ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടോ ഒന്നും എനിക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? സോ നമ്മൾ മനസ്സിലാക്കുക, ഈ സ്ട്രോംസിന്റെ നടുവിൽ യേശു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഈ ഒരു സ്ട്രഗിൾസിന്റെ നടുവിൽ നമ്മൾ മനസ്സിലാക്കുക, ബീയിങ് ഫെയ്ത്ത്ഫുൾ, ദൈവത്തോട് നമ്മൾ വിശ്വസ്തരായിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന്റെ അർത്ഥം, നമുക്കൊരിക്കലും പ്രശ്നങ്ങൾ, യേശു കർത്താവിനോട് വിശ്വസ്തരായിരിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ ഒരു സ്പിരിച്വൽ ലൈഫിൽ നാം സത്യസന്ധരായിട്ട് ജീവിതത്തെ നയിക്കുമ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല. പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ ഈ പ്രശ്നങ്ങളുടെ നടുവിൽ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് എന്ന വലിയ സത്യമാണ് ഈ വേദഭാഗം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം. സ്ട്രോം ക്യാൻ കം ഈവൻ വെൻ ജീസസ് ഈസ് വിത്ത് അസ്. രണ്ടാമത് ഇതിനകത്ത് നാം മനസ്സിലാക്കുന്ന ഒരു സംഗതി, ജീസസ് വാസ് ഇൻ ദ ബോട്ട്. ഇവിടെ ഈ ശിഷ്യന്മാർ ഇങ്ങനെ നിലവിളിക്കുക, യേശു പടകിൽ ഉണ്ടായിരുന്നിട്ട് പോലും. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതയാത്രയിൽ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്, പക്ഷെ എത്രത്തോളം ക്രിസ്തുവിൽ നമ്മൾ ഡിപ്പെൻഡഡ് ആണ്, എത്രത്തോളം നമ്മൾ ട്രസ്റ്റ്ഫുൾ ആണ് കർത്താവിനോട്. അപ്പം സാഹചര്യങ്ങളെക്കാൾ നാം മനസ്സിലാക്കുക, സാഹചര്യങ്ങൾ പലതും നമുക്ക് അസ്വസ്ഥമായിരിക്കാം, പക്ഷെ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. യേശു കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പം യേശു കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ വില്ലിങ് ആയിരിക്കേണ്ട ഒരു സംഗതി, ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ പരസ്പരം മനസ്സിലാക്കാനും പരസ്പരം ഒന്ന് ക്ഷമ പറയാനും നാം തയ്യാറാവുക. പരസ്പരം പോട്ടെ എന്ന് പറയാൻ, ഒന്ന് കൂടെ നിർത്താൻ, ഒന്ന് ചേർത്ത് നിർത്താൻ നാം തയ്യാറാവുക. ഇന്ന് പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുറ്റപ്പെടുത്തലുകളാണ് ഏറ്റവും കൂടുതൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല. പരസ്പരം കുറ്റപ്പെടുത്തലുകളല്ല നമ്മുടെ ജീവിതത്തിന്റെ പരിഹാരം. എത്രത്തോളം ചേർത്ത് നിർത്താൻ സാധിക്കുന്നുവോ, എത്രത്തോളം ക്ഷമിക്കുവാൻ സാധിക്കുന്നുവോ. സോ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവാണ് പലപ്പോഴും ക്ഷമിക്കാനും ചേർത്ത് നിർത്താനും നമുക്ക് ഇടയാകുന്നത്. മറ്റൊരു സംഗതി, പീസ് കെയിം വെൻ ജീസസ് സ്പോക്ക്. യേശു സംസാരിച്ചപ്പോഴാണ് അവിടെ സമാധാനം ഉണ്ടായത്. യേശു പറയുകയാണ്, കാറ്റെ ശാന്തമാവുക, കടലെ അടങ്ങുക. യേശുവിന്റെ സംസാരമാണ് പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യത്തെ ശാന്തമാക്കുന്നത്.
നമ്മുടെ ഈ ജീവിതയാത്രയിൽ യേശു കർത്താവിന്റെ സംസാരം ഒന്ന് കേൾക്കുവാൻ, ആ ശബ്ദം ഒന്ന് കേൾക്കുവാൻ നമുക്കൊരു ഒരു ക്ഷമയുണ്ടായിരിക്കുക. യേശു കർത്താവിന്റെ ശബ്ദം ഒന്ന് കേൾക്കാനും അത് തിരിച്ചറിയാനും സാധിക്കുമ്പോൾ നമുക്ക് വളരെ ശക്തിയാണ്. ഈ പ്രതിസന്ധിയിൽ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു ക്രിസ്തു ഉണ്ട്. യേശു കർത്താവ് ഈ കടലിനെയും കാറ്റിനെയും ഒക്കെ ശാന്തമാക്കിയിട്ടും നമ്മൾ ആ വീഡിയോ കാണുമ്പോൾ അറിയാം, വീണ്ടും ഈ കപ്പൽ മുൻപോട്ട് പോകുമ്പോൾ വീണ്ടും തിരമാലകൾ ഇങ്ങനെ ആടി ഒലയുന്നുണ്ട്. ഈ കപ്പല് തിരമാലയിൽ തന്നെ ഇങ്ങനെ മീൻസ് പൊങ്ങിയും താണും പോകുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ പോകുന്നുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കുക, ഒരു പ്രശ്നം ഒരിക്കൽ ശാന്തമായി എന്നതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എന്നതിന് അർത്ഥമില്ല. ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ ആടി ഒലഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ കൂടെയുണ്ട്. ഇതിങ്ങനെ ആടി ഒലഞ്ഞ് തകർന്നു വീഴാൻ ദൈവം ഇടയാക്കുന്നില്ല. അപ്പോൾ ദൈവത്തിലുള്ള ആശ്രയമാണ് നമുക്ക് ഈ കെയോസിന്റെ നടുവിൽ പീസ് കണ്ടെത്താനായിട്ട് സാധിക്കുന്നത്. ഈ വേദഭാഗം നൽകുന്ന മറ്റൊരു ചിന്തയാണ് സ്ട്രോം ഔട്ട്സൈഡ് വേഴ്സ് ഫിയർ ഇൻസൈഡ്. എന്ത് ഭയങ്കരമല്ലേ? നമ്മൾ നാട്ടിൽ പറയും ചെകുത്താന്റെയും കടലിന്റെയും നടുക്കാണെന്ന്. എങ്ങോട്ട് പോയാലും പ്രശ്നങ്ങളാണ്. മുമ്പോട്ട് തിരിഞ്ഞാലും പ്രശ്നം, പുറകോട്ട് തിരിഞ്ഞാലും പ്രശ്നം. പക്ഷേ ഈ പ്രശ്നം മുമ്പിലും പുറകിലും ഉണ്ടെന്നുള്ളപ്പോഴും ഈ നടുക്ക് കിടക്കുന്ന ബോട്ടിനകത്ത് ക്രിസ്തു ഉണ്ട്. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മീനിങ് ഫുൾ. ഇവിടെ യേശു കർത്താവ് ആ ഒരു ഭയത്തെ അഡ്രസ് ചെയ്യുകയാണ് ഈ ശിഷ്യന്മാരുടെ. നിങ്ങൾ എന്തിനാ ഭീരുക്കളാകുന്നതെന്ന് ചോദിക്കുന്നത്. സോ ടുഡേ യേശു കർത്താവ് നമ്മളോട് ചോദിക്കുന്നു, വൈ വി ആർ വറിയിങ്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ആകുലപ്പെടുന്നത്? നമ്മൾ എന്തിനാണ് ഇങ്ങനെ സ്ട്രെസ്ഫുൾ ആകുന്നത്? ഒത്തിരി ഫെയിലുവേഴ്സ് ഉണ്ട് നമ്മുടെ ലൈഫിൽ, ഒത്തിരി സ്ട്രഗിൾസ് ഉണ്ട്. പക്ഷെ ഈ ജീവിതയാത്രയിൽ, നമ്മുടെ ജീവിത തോണിയിൽ, നമ്മുടെ ഈ ലൈഫ് ബോട്ടിൽ ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ. എത്ര പ്രാവശ്യം നമ്മളൊക്കെ ജീവിതത്തിൽ എന്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ വന്നത്, ഇങ്ങനൊന്നും വരണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു വലിയ സ്ട്രഗിളിന്റെ നടുവിലും നമുക്ക് മുൻപോട്ട് പോകാൻ ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു കർത്താവിന്റെ പ്രസൻസ് നമ്മുടെ കൂടെയുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ജീവിത തോണിയിൽ യേശു ഉണ്ടോ എന്ന് നാം ഒന്ന് ചിന്തിക്കുക. എത്രത്തോളം നമ്മൾ കർത്താവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ്. വിശ്വാസയാത്രയിൽ ആത്മീയ ജീവിതം കാത്തു സൂക്ഷിച്ച, ജീവിത മൂല്യങ്ങൾ കാത്തു സൂക്ഷിച്ച മാതാപിതാക്കളുടെ മക്കളായി വളർത്തപ്പെട്ട നമ്മൾ, ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ ജീവിത സാഹചര്യത്തിൽ, നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സ്ട്രെസ്ഫുൾ സാഹചര്യത്തിൽ നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മുടെ ജീവിത തോണിയിൽ യേശു കർത്താവ് ഉണ്ടോ? ഈ യേശു കർത്താവിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ സ്ട്രഗിൾസ് വരുമ്പോൾ വി ഇൻവൈറ്റ് ക്രൈസ്റ്റ് ഫോർ ഡിസ്കഷൻ, ഫോർ സോൾവിങ് അവർ പ്രോബ്ലംസ്. യേശു കർത്താവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് ക്ഷണിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥത നിറഞ്ഞ സാഹചര്യങ്ങളിൽ, നമുക്കൊട്ടും താങ്ങാൻ പറ്റാത്ത അനുഭവങ്ങളുടെ നടുവിൽ, നമ്മൾ ഭയങ്കരമായിട്ട് ഫെയിലുവറായി പോകുന്ന, നമ്മളിങ്ങനെ വട്ടപൂജ്യമായി പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ വി ഇൻവൈറ്റ് ക്രൈസ്റ്റ്. യേശുപ്പച്ച വരണേ, എൻ്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ഒന്ന് വന്ന് സംസാരിക്കണേ. ആ ഒരു വലിയ ഒരു സ്പിരിച്വൽ ബോവിങ് ആണ്. ദൈവസന്നദ്ധിയിൽ താണിരിക്കാൻ തക്കവണ്ണം നമ്മുടെ ഒരു ജീവിത സമർപ്പണമാണ് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാൻ നമുക്ക് സഹായകമാകുന്നത്. സോ ഹൗ ക്യാൻ അവർ ഫാമിലീസ് ഫൈൻഡ് പീസ്? ഒന്ന്, പ്രയർ ടുഗദർ, ഒരുമിച്ച് പ്രാർത്ഥിക്കുക. രണ്ട്, സ്പീക്ക് പീസ്, നോട്ട് പ്രഷർ. ജെന്റിൽ വേർഡ്സ് ഹീൽസ് കെയോസ്. നല്ല വാക്കുകൾക്ക് മാത്രമേ സമാധാനം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. സോ അവോയ്ഡ് ഹാർഷ് റിയാക്ഷൻസ് അറ്റ് ഹോം. നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾ നമ്മളെ ശ്രദ്ധിക്കുമ്പോൾ, നമ്മുടെ ജീവിത പങ്കാളിയോടും അല്ലെങ്കിൽ മക്കളോടും, മാതാപിതാക്കൾ മക്കളോടും, ടു അവോയ്ഡ് ഹാർഷ് റിയാക്ഷൻസ്. അതൊരിക്കലും നമുക്കൊരു പീസ് നൽകത്തില്ല. മറ്റൊരു സംഗതി, ട്രസ്റ്റ് ഗോഡ് ഡെയിലി. എല്ലാ ദിവസവും ഈ യേശു കർത്താവിൽ ആശ്രയിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നോട്ട് ഇൻ ഒക്കേഷൻലി,
നമുക്ക് ആവശ്യം വരുമ്പോൾ മാത്രം ഓടിപ്പോയിരുന്ന് പ്രാർത്ഥിക്കാനല്ല. ട്രസ്റ്റ് ഗോഡ് ഡെയിലി. പീസ് ഗ്രോസ് വെയർ ട്രസ്റ്റ് ഗ്രോസ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വളരുന്നിടത്ത് സമാധാനവും വളരുന്നു. നമ്മുടെ ജീവിത മാതൃകകൾ കണ്ട് നമ്മുടെ മക്കൾ ഈ കർത്താവിൽ ആശ്രയിക്കുന്നവരായി തീരും. ഒരിക്കലും ഒരു അച്ഛൻ പ്രസംഗിച്ച ഒരു കഥ ഞാൻ പെട്ടെന്ന്, ഒരു അനുഭവ കഥയാണ് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു നിർത്താം. ഒരു 3 വയസ്സുള്ള ഒരു കൊച്ചു ബാലിക. അപ്പോൾ ഈ ബാലിക ഒരു കൺവെൻഷന് വന്നിരുന്നു. ഈ കുഞ്ഞ് ബന്ധുക്കളുടെ കൂടെ പള്ളിയിൽ കൺവെൻഷന് വന്നതാ. അപ്പൊ കൺവെൻഷന് വന്നിട്ട് ഈ കുഞ്ഞ് വല്ലാതിരുന്ന് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. 3 വയസ്സല്ല, 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ്. അപ്പൊ ഈ കുഞ്ഞ് വല്ലാതെ പൊട്ടിക്കരഞ്ഞിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ഈ അച്ഛൻ ചെന്നിട്ട് ഈ കുഞ്ഞെന്തോ പ്രാർത്ഥിക്കുന്നതെന്ന് ഒന്ന് ചെവി വെച്ച് കേട്ടു. അപ്പോൾ ഈ കുഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ: യേശുപ്പച്ചന്റെ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ എൻ്റെ അമ്മയ്ക്കൊന്ന് കൊടുക്കണേ, എൻ്റെ അമ്മയൊന്ന് തൊടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിന്റെ അവസാനം ഇതാണ്: ഈ കുഞ്ഞിന്റെ അമ്മ ഒരു വലിയൊരു ക്യാൻസർ പേഷ്യന്റ് ആണ്, ലാസ്റ്റ് സ്റ്റേജ് പറഞ്ഞൊരു പേഷ്യന്റ് ആണ്. അപ്പൊ ഈ കുഞ്ഞിന് കഥകളെല്ലാം അറിയാം. അപ്പൊ ഈ കുഞ്ഞ് സൺഡേ സ്കൂളിൽ പഠിച്ചൊരു കഥയാണ് യേശു കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ട ഒരു സ്ത്രീ സൗഖ്യമായെന്ന്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ ഈ കുഞ്ഞു പ്രാർത്ഥിക്കുക: യേശുപ്പച്ച, ആ വസ്ത്രത്തിന്റെ അറ്റം എൻ്റെ അമ്മയൊന്ന് തൊടാൻ കൊടുക്കണേന്ന്. സോ നമ്മൾ കൊടുക്കുന്ന ജീവിത മാതൃകകൾ മാത്രമേ നമ്മുടെ തലമുറയ്ക്ക് പിൻപറ്റാനായിട്ടുള്ളൂ. സോ അതുകൊണ്ട് പ്രൊട്ടക്റ്റ് ഫാമിലി ടൈം. ദൈവം നമുക്ക് തന്നിട്ടുള്ള ഈ കുടുംബത്തിൽ നല്ല ഒരു ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം ബിൽഡപ്പ് ചെയ്യാൻ നമുക്കിടയാകട്ടെ. അത് നമ്മളുടെ ഇമോഷണൽ സേഫ്റ്റിനെസ്സിന് വളരെ നല്ലതാണ്. ഇമോഷണൽ ബോണ്ടിനെ ബിൽഡപ്പ് ചെയ്യാൻ വളരെയധികം പ്രയോജനപ്പെടുത്തുന്നതാണ്. ഈ ഒരു ക്വാളിറ്റി ടൈം ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് പരസ്പരം ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനുമുള്ള സ്പേസ് വളരെയധികം കൂടിക്കൊണ്ടേയിരിക്കും. സോ 127-ാം സങ്കീർത്തനം 1-ാം വാക്യം ഇങ്ങനെയാണല്ലോ പറയുന്നത്: യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. അൺലെസ് ദ ലോർഡ് ബിൽഡ് ദ ഹൗസ്, ദോസ് ഹു ബിൽഡ് ഇറ്റ് ലേബർ ഇസ് വെയിൻ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ, ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മളും മനസ്സുള്ളവരാകുന്നിടത്ത് മാത്രമേ നമ്മുടെ ജീവിതം അർത്ഥവത്തായിട്ട് തീരുന്നുള്ളൂ. ഒരു ചെറിയ ഇലിസ്ട്രേഷനും കൂടെ പറഞ്ഞിട്ട് നമ്മുടെ ഈ സെക്ഷൻ അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഈ അടുത്ത സമയത്ത് ഈ റീൽസ് കണ്ട കൂട്ടത്തിൽ കണ്ട ഒരു സംഗതി, ഒരു വേർഡാണ് കിൻസുഗി. ഇതൊരു ജാപ്പനീസ് പദമാണ് കിൻസുഗി. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്: ഗ്രേസ് ഇൻ ദ ക്രാക്ക്. ഉടഞ്ഞ മൺപാത്രങ്ങളെ ഉപേക്ഷിക്കുന്നതിന് പകരം അതിലെ വിള്ളലുകളെ സ്വർണം കൊണ്ട് വിളക്കി ചേർത്ത ഒരു കലാരൂപമാണ്, ഒരു കലയാണ്. അതിനെ ഇട്ടിരിക്കുന്ന പേരാണ് കിൻസുഗി. അങ്ങനെ ഈ പൊട്ടിയ പാത്രം പഴയതിനേക്കാൾ വിലയുള്ളതായി തീരുക. അപ്പം കിൻസുഗി ജീവിതത്തിന്റെ ഒരു സത്യമാണ്. ചില നിമിഷങ്ങളിൽ എല്ലാം തകർന്നു പോകാം. സ്വയം നമുക്ക് തന്നെ ലജ്ജ തോന്നാം. ഞാൻ ഇങ്ങനെയൊക്കെ ആയല്ലോ, ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഭവിച്ചല്ലോ എന്നൊക്കെ തോന്നാം. പക്ഷേ ഈ മുറിവുകൾക്ക് മേൽ ആരൊക്കെയോ സ്വർണം പൂശാനെത്തും. അപ്പോൾ അതിന് ആ വരുന്നയാൾക്ക് ദൈവത്തിന്റെ മുഖമായിരിക്കും. അതിജീവിച്ച മുറിവുകളാണ് ജീവിതത്തിന്റെ അഴക്. കിൻസുഗി ഇസ് ഗ്രേസ് ഇൻ ദ ക്രാക്ക്. മുറിവുകളിന്മേൽ സ്വർണം പൂശുന്ന വലിയൊരു അലങ്കാരമാണ് ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പൊട്ടിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം. എന്നാൽ ദൈവകൃപയോടെ അത് ചേർത്ത് വെക്കാൻ, ജീവിതത്തിൽ ചില തിരുത്തലുകൾ ഉണ്ടാകാൻ, ചില കറക്ഷൻസ് ഉണ്ടാക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെ സഹായിക്കട്ടെ. ഗ്രേസ് ഇൻ ദ ക്രാക്സ്, ഇംപെർഫെക്ഷൻ ടു പെർഫെക്ഷൻ. നല്ലതെന്ന് കണ്ട് ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ തൻ്റെ ജീവിത വഴിയാത്രയിൽ ഒരുപാടിടങ്ങളിൽ തെറ്റിപ്പോയിട്ടുണ്ട്. സോ നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് വേർ വി ഫെയിൽ. എവിടെയാണ് നമ്മൾ വീണുപോയത്? ഈ ഒരു ചിന്തയിലൂടെ നമ്മളിൽ ഒരു വലിയ രൂപാന്തരം ഉണ്ടാകട്ടെ. വി നീഡ് ടു ട്രാൻസ്ഫോം ഓൾ അവർ പ്രോബ്ലംസ് ടു പോസിബിലിറ്റീസ്. നമ്മുടെ പ്രതിസന്ധികളിൽ നിന്ന് സാധ്യതകളിലേക്ക് നമുക്ക് നീങ്ങാം. ഫിൽ വിത്ത് ക്രൈസ്റ്റ് ഗ്രേസ്. നമ്മുടെ ജീവിതത്തെ
പൊട്ടിപ്പോയ ഇടങ്ങളിൽ നിന്ന് പൂർത്തീകരിക്കുന്ന ദൈവസ്നേഹം, ദൈവത്തിന്റെ കൃപ നമ്മളെ മുൻപോട്ട് നയിക്കട്ടെ. ഞാൻ നമ്മുടെ സെക്ഷൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഡാൻ വെൽക്കം സ്പീച്ചിൽ പറഞ്ഞ ഒരു വാക്ക് ഇങ്ങനെയാണല്ലോ: പീസ് ഈസ് നോട്ട് ഇൻ ദ ആബ്സെൻസ് ഓഫ് കെയോസ്, ബട്ട് ദ പ്രസൻസ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ കെയോസ്. അസ്വസ്ഥതകളുടെ നടുവിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെയുണ്ട്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാത്തതല്ല സമാധാനം എന്ന് പറയുന്നത്. മറിച്ച് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ക്രിസ്തുവിന്റെ സാന്നിധ്യം ഉണ്ട് എന്നുള്ളതാണ് സമാധാനം. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കാം: ലോർഡ് ജീസസ്, കം ഇൻ ടു അവർ ഫാമിലി ബോട്ട്, calm our fears, guide our words, and fill our homes with your peace. നമ്മുടെ ജീവിതയാത്രയിൽ കൂടെയുള്ള ഈ ക്രിസ്തുവിനോടൊപ്പം നമുക്ക് യാത്ര ചെയ്യാം. മുറിഞ്ഞുപോയ അവസ്ഥകളെ സ്വർണം കൊണ്ട് പൂശി മനോഹരമാക്കുന്ന കിൻസുകിയെ പോലെ ദൈവത്തിന്റെ കൃപ നമ്മുടെ മുറിവുകളെ പരിഹരിച്ച് നമ്മളെ പൂർത്തീകരിക്കുന്നു. നമ്മുടെ വീഴ്ചകളെ പരിഹരിച്ച് നമ്മളെ വിലയുള്ളവരാക്കി തീർക്കുന്നു. ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായിട്ട് നൽകിയ കുടുംബജീവിതം, ഏറെ ചലഞ്ചസ് ഒക്കെ അതിൻ്റെ മുൻപിലുണ്ട്. പക്ഷേ അതിൻ്റെ നടുവിൽ പൊട്ടിപ്പോകാതെ, തകർന്നു പോകാതെ ദൈവത്തിന്റെ കൃപ ആ പൊട്ടിയ വിള്ളലുകളിലൊക്കെ ഒന്ന് പൂശി സമാധാനമായി, വിലയുള്ളതായി, ഏറ്റവും വാല്യുബിളായി നമുക്ക് ജീവിക്കാം. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ കുടുംബങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ മക്കളുടെ മുൻപിൽ മാതൃകയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കാൻ ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ.